ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് മാർക്കറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ആണ് റോക്കേഴ്സ് 255. അവരാദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്ത ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് എന്ന് പറയുന്നതും ഈ ഒരു 255 തന്നെയാണ്. എന്തായാലും 55 ശേഷം 55 പ്രോ വന്നു, പ്രോ പ്ലസ് വന്നു, 55 മാക്സ് വന്നു, 55 ആർക്ക് വന്നു. ഇതേ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 255 ANC വന്നിപ്പോണ്ട്. 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫെബ്രുവരി 7 രാത്രി 12 മണിക്ക്, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ഫസ്റ്റ് സെയിലിനെത്താൻ പോവാണ് നമ്മുടെ റോക്കേഴ്സ് 255 ANC. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ റോക്കേഴ്സ് 255 ANC 1799 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ വാങ്ങിച്ച വത് ബൈങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. അൺബോക്സിംഗ് അല്ല, ജസ്റ്റ് ഒരു ഓവ്യൂ മാത്രമാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുകയാണെങ്കിൽ സ്പെക് വൈസ് നമ്മളിത് വാങ്ങിച്ച വത് ബൈങ് ആകോ ഇല്ലെന്ന് മനസ്സിലാവും. ഉറപ്പായിട്ടും ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഒരു 10-20 പേര് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ദീപ് സ്റ്റോറിന് ഒരു കാര്യം കൂടി പറയാവേ. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ, കൂടാതെ ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സുകൾ, കൂടാതെ വാച്ച് സ്ട്രാപ്പുകൾ, ഇയർബഡ് കേസസ് ഒക്കെ തന്നെ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ദീപ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോർ തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ആയിട്ട് ഫസ്റ്റ് ഒരു അക്കൗണ്ട് ഒരു കാരണവും ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തു. രണ്ടാമതൊരു അക്കൗണ്ട് അവരും എന്താ പറയുക നല്ല രീതിക്ക് അങ്ങോട്ട് ഗ്രോ അപ്പ് ആയി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ പറഞ്ഞൊരു കാരണം എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു മറ്റുള്ള ബ്രാൻഡുകളെ ഞാൻ എന്തോ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡുകൾ ഞാൻ എടുത്ത് വേറൊരു രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടാണ് സസ്പെൻഡ് ചെയ്യുന്നതാണ്. വേറെ തന്നെ എനിക്ക് തോന്നുന്നത് മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ആപ്പിൾ എയർപോർട്സിന് ഇട്ടിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. എന്തായാലും മാസ്റ്റർ കോപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോറിലുള്ള അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു മാസ്റ്റർ കോപ്പിയാണ്. സോ അതാണ് ഞാനത് വന്നുടനെ എന്താ പറയുക പ്രോഡക്റ്റ് എത്തിയെന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടത്. പക്ഷേ ആ സ്റ്റോറി ഇട്ട മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, സാധനം അങ്ങോട്ട് സസ്പെൻഡ് ചെയ്ത് തുടങ്ങി. എന്തായാലും ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്നില്ല, വീണ്ടും മൂന്നാമതൊരു അക്കൗണ്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നിലും രണ്ടിലും ഒക്കെ തന്ന ആ ഒരു സപ്പോർട്ട് മൂന്നാമതൊരു അക്കൗണ്ടിലും തരണം, അല്ലെങ്കിൽ നിങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് നിങ്ങൾക്ക് ലാഭകരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, അതിൽ വേറെ ഒരു സംശയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വാച്ചുകളുടെ കൂടെ കിട്ടുന്ന സ്ട്രാപ്പ് ഉണ്ടല്ലോ, നോർമലി ബ്രാൻഡിന്റെ കൂടെ കിട്ടുന്ന സ്ട്രാപ്പിനെക്കാളും ക്വാളിറ്റി ഉള്ള നല്ല ഹൈ ക്വാളിറ്റി സ്ട്രാപ്പുകൾ 5 എണ്ണം നമുക്ക് വെറും 500 രൂപയ്ക്ക് മേടിക്കാം. ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. സോ ഇതുപോലുള്ള ഓഫറുകൾ തന്നെയായിരിക്കും ഡെയിലി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ഇനി നമ്മുടെ നെക്ക് ബാൻഡിലേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, പിങ്ക് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകാൻ പോകുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് 100 മണിക്കൂറാണ് ടോട്ടൽ ഫ്ലൈ ടൈം. അതായത് നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ യാത്ര ചെയ്യുവാണ്, 2 ദിവസം ട്രെയിനിൽ ഇരിക്കണം. ഈ ഒരു പ്രോഡക്റ്റ് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്ത് പോയാൽ മതി, ഉറപ്പായിട്ടും നമുക്ക് ഡൽഹി എത്തുന്നവരെ നമുക്ക് പാട്ടുകൾ ഇങ്ങനെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കേൾക്കാനും ഒക്കെ പറ്റും. അത്രയ്ക്കും ടോട്ടൽ പ്ലേ ടൈം ഉണ്ട്. കൂടാതെ SR ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 24 മണിക്കൂർ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. ഇതൊക്കെ തന്നെ നമ്മളൊരു 60% പാട്ട് കേട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അതല്ല നിങ്ങളൊരു 100% ഇടുന്നെങ്കിൽ ഈ ഒരു 100 അല്ലെങ്കിൽ 24 എന്നൊക്കെ പറയുന്നത് വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര വലിയ രീതിക്കൊന്നും കുറയാനും ചാൻസ് ഇല്ല കേട്ടോ. കൂടാതെ 32+ dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഈ ഒരു 32 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ അതും അങ്ങോട്ട് മാക്സിമം നമുക്ക് കുറച്ച് നമ്മുടെ ചെവി അങ്ങോട്ട് അടച്ച് നമുക്ക് ആ ഒരു പാട്ടോ ഇനി ആരെങ്കിലും സംസാരിക്കുന്നെങ്കിലോ ഇനി അതെല്ലാം മൂവീസ് കാണുമ്പോഴത്തേക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതെ തന്നെ നമുക്ക് കേൾക്കാനും എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ ബോട്ട് സ്പേഷ്യൽ ഓഡിയോ 3D ഇമേഴ്സീവ് സൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്. 2 EQ മോഡ്സ് ആണ്. ഒന്ന് ഈ ഒരു ബോട്ട് സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റും, രണ്ടാമത് പറയുന്നത് നമ്മുടെ ബോട്ട് സിഗ്നേച്ചർ സൗണ്ടും. എന്തായാലും ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഒരു സറൗണ്ടിങ് എഫക്റ്റ് ഒക്കെ വെച്ചിട്ടുള്ളൊരു മ്യൂസിക് ക്വാളിറ്റി ആയിരിക്കും ഇവിടെ കിട്ടുക. ലൈക്ക് നമ്മുടെ എയർപോർട്സിൽ പ്രോയിലൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ ഓഡിയോ എഫക്റ്റ് ആയിരിക്കാം കോപ്പി അടിച്ചത്. എന്നാലും അതും നമ്മുടെ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. കൂടാതെ എടുത്ത് പറയുന്ന മറ്റൊരു സവിശേഷത ഇതിനകത്ത് ട്രിപ്പിൾ മൈക്ക് ആണ്. അതായത് 3 മൈക്ക് ഉണ്ട് വിത്ത് AI ENX ടെക്നോളജി. ENX ടെക്നോളജി എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എന്തായാലും നമ്മൾ AI ENX ടെക്നോളജി അല്ലെങ്കിൽ AI ENC കണ്ടിട്ടുള്ളത് റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100ലാണ്. അവിടെയാണെങ്കിൽ ഡ്യുവൽ മൈക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും മറ്റുള്ള എല്ലാ ഇയർബഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മൈക്ക് ക്വാളിറ്റി അവിടെ കിട്ടും. അതിന്റെ കാരണം ഈ ഒരു AI ആണ് കേട്ടോ. കൂടാതെ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക. 13mm എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അതിലും വേറെ ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. ബീസ്റ്റ് മോഡ് ഉണ്ട്. ഗെയിമേഴ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. 60ms ആണ് ലോ ലേറ്റൻസി മോഡ് ഉള്ളത്. 60ms ഒക്കെ പറയുമ്പോഴത്തേക്ക് പ്രോ പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ ഡിലേ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നോർമൽ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും കളിക്കാൻ പറ്റും. കൂടാതെ ഇവിടെ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ടെക്നോളജി ഉണ്ട്. അതായത് ആൻഡ്രോയിഡ് മൊബൈലിൽ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ തന്നെ പോപ്പപ്പ് ആയി വരും. നമ്മുടെ എയർപോർട്സ് പ്രോയൊക്കെ പോപ്പപ്പ് ആയി വരുന്ന പോലെ. ഇതിൽ എടുത്തോണ്ട് മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു.
ഇയർബഡുകൾ ഉണ്ടല്ലോ ഒട്ടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആകും. അപ്പോൾ ആ ഒരു സംവിധാനവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി, അറ്റ് എ ടൈം ലാപ്ടോപ്പിലും മൊബൈലിലും ടാബിലും മൊബൈലും ഒക്കെ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല EQ മോഡ്സ് നമുക്ക് കസ്റ്റമൈസും ഒക്കെ ചെയ്യാൻ സാധിക്കും നമ്മുടെ ബോട്ട് ഹിയറബിൾ ആപ്പ് വെച്ച്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ബേസിക് ആയിട്ട് ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ചിട്ട് കമ്പനി റിവീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നത്. ഉറപ്പായിട്ടും സ്പെക് വൈസ് 1799 വർത്ത് ബൈങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൈക്ക് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി, ലോ ലേറ്റൻസി ഒക്കെ തന്നെ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ, കൂടാതെ ആ ഒരു ബിൽഡ് ഒക്കെ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.